നമസ്കാരം. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് രീതിക്കുള്ള ഒരുപാട് മോഡലിലുള്ള വിളക്കുകൾ ലഭ്യമാണ്. കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ലക്ഷ്മി വിളക്ക് തെളിയിച്ചാൽ ഭാഗ്യം വരുമോ? ആമയുടെ രൂപത്തിൽ വാസ്തു വിളക്ക് തെളിയിച്ചാൽ അതുപോലെ പലതരത്തിൽ എനിക്ക് ധനം ലഭിക്കുമോ? വാസ്തുദോഷം തീരുമോ? എന്നിങ്ങനെ പലതരം ചിന്തകൾ. 3 വിളക്ക് ചേർന്ന് അങ്ങനെയും ഒരു മോഡൽ ലഭ്യമാണ്. കാമാക്ഷി വിളക്ക് തെളിയിച്ചാൽ എനിക്ക് ഐശ്വര്യം വരുമോ? എന്നിങ്ങനെ പലതരത്തിലും സംശയങ്ങൾ വന്നിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ പൊതുവേ ഉള്ള ഒരു സ്വഭാവം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവന് ഒരു ചേഞ്ച്, അത് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത് എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ട്രെൻഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പഴയ ട്രെൻഡ് ഇങ്ങനെ പുതിയതാവും, പുതിയ ട്രെൻഡ് പഴയതാവും എന്നിങ്ങനെ ഒരു കാലചക്രം പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയത് എന്നുള്ള ഒരു ചിന്ത പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ നമുക്ക് ചിന്തിക്കാം? ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ളത് ഈ വിളക്കിൻ്റെ മോഡലല്ല. വിളക്ക് എങ്ങനെയോ ഇരുന്നോട്ടെ, അതിൽ തെളിയിക്കുന്ന ജ്വാല പ്രധാനമാണ്, അഗ്നിയാണ്. അഗ്നി എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിളക്കിലുള്ള തിരി, എണ്ണ, തിരി കത്തുന്നു, ആ കത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന ഇന്ധനം എണ്ണയാണ്. അപ്പോൾ എണ്ണയ്ക്കാണ് ഇവിടെ പ്രാധാന്യം ഉള്ളത്. കാരണം ഈ അഗ്നിയിൽ നാം എന്താണോ നിക്ഷേപിക്കുന്നത് അത് കത്തി അമരും. അതിൽ നിന്ന് വരുന്നത് ശുദ്ധമായ വസ്തുക്കളാണോ കത്തുന്നത് എങ്കിൽ ആ പുക ശുദ്ധമായിരിക്കും. ഏവർക്കും പരീക്ഷിക്കാം. ഒരു നെയ് ദീപം കത്തുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു സുഗന്ധമായിരിക്കും. അതൊരു ഔഷധം തന്നെയാണ്. അത് നാം ഉള്ളിലേക്ക് ശ്വസിച്ച് അകത്തോട്ട് എടുക്കുകയാണ്. യജ്ഞസംസ്കാരം നോക്കുക. യജ്ഞം ചെയ്യുന്ന ഒരു ഹോമം ചെയ്യുമ്പോൾ അതിലേക്ക് നാം ആഹൂതി ചെയ്യുന്നത് അമൃതവള്ളി ആണെങ്കിൽ ആ അമൃതവള്ളിയിൽ നിന്ന് വരുന്ന പുക, അത് കത്തുമ്പോഴുള്ള പുക വളരെ ഗുണകരമാണ്. അതാണ് യജ്ഞത്തിൻ്റെ കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ആലിൻ്റെ സമിത്ത്, അരയാലിൻ്റെ സമിത്ത് എന്നിങ്ങനെ കൂവളത്തിൻ്റെ ചമത എന്നിങ്ങനെ കുറേ വസ്തുക്കൾ, ഇതെല്ലാം തന്നെ ഹെർബലാണ്. അങ്ങനെ നാം നമ്മുടെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന ഒരു വസ്തുത കൂടി ഈ ഹോമത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആയതിനാൽ ഇവിടെ പ്രധാനം അഗ്നിക്കാണ് പ്രധാനം, അവിടെ ഇന്ധനത്തിന് പ്രധാനമുണ്ട്. അങ്ങനെ നല്ലെണ്ണ കത്തുമ്പോൾ നമുക്ക് അതൊരു ഔഷധമായി മാറുന്നു. എള്ളാണ്. എള്ളിൻ്റെ ഗുണം നാം പ്രാണനിലൂടെ, പ്രാണവായുവിലൂടെ അകത്തേക്ക് എടുക്കുന്നു. എള്ളിൻ്റെ ഗുണം കൂടുതലായിട്ട് ആവശ്യമുള്ളത് സ്ത്രീകൾക്കായതുകൊണ്ട് സ്ത്രീകളെയും വിളക്കിനെയും ചേർത്ത് വെച്ചു. പുരുഷന്മാർ കത്തിച്ചാൽ വിളക്ക് കത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കത്തും. സ്ത്രീകൾക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, തൈറോയിഡുണ്ട്, കുറേ കാര്യങ്ങൾ പ്രശ്നത്തിന് സാധ്യതയുണ്ട്. ആയതിനാൽ സ്ത്രീകൾ വിളക്ക് കത്തിച്ച് അരമണിക്കൂർ നേരം വിളക്കിൻ്റെ മുമ്പിലിരുന്ന് നാമജപം ജപിക്കുക എന്നുള്ള ഒരു ശീലത്തെ ചേർത്ത് വെച്ചു അസുഖങ്ങൾ കുറയുവാനായിട്ട്. ഏവർക്കും ഗൂഗിൾ ചെയ്യാം. എള്ളിൻ്റെ ഗുണം എന്ത് എന്ന് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കുക. അങ്ങനെ എള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നു. ഇവിടെ ജ്വാലയ്ക്ക് പ്രധാനം നൽകുക, എണ്ണയ്ക്ക് പ്രധാനം നൽകുക, വിളക്കിൻ്റെ ഷേപ്പിനൊക്കെ പ്രധാനം നൽകരുത്. ഇനി ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ധനമില്ല, അത് പോയി വാങ്ങിക്കാനായിട്ട് ഒരു വിളക്ക് വാങ്ങിക്കാൻ 5000 രൂപ ഒരു കച്ചവടം തന്നെയാണ്. അത് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോട്ടെ, അതിലേക്ക് കിടക്കുന്നില്ല, വാങ്ങിച്ച് തെളിയിച്ചോട്ടെ. പക്ഷേ ആ ലക്ഷ്മി വിളക്ക് കത്തിയാലേ ഭാഗ്യം വരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൽ അതിന് വകുപ്പില്ല. അതിന് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇല്ല. കേരള വിളക്കിൻ്റെ മോഡൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിലവിളക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ദിശയിലേക്കും തിരി വെച്ച ശേഷം നമുക്കത് കത്തിക്കുവാൻ സാധിക്കും. അതാണ് കേരള വിളക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏതെങ്കിലും വിളക്ക് സാധിക്കുന്ന രീതിയിൽ ഒരു വിളക്ക് വാങ്ങിക്കുന്നു, നിത്യം അത് കഴുകി വൃത്തിയാക്കി, ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും കഴുകി വൃത്തിയാക്കി കരിന്തിരി ഇല്ലാതെ കത്തിക്കണം എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ജ്വാല എന്നുള്ളത് മുല്ലപ്പൂവിൻ്റെ മൊട്ട് പോലെ ആ സൈസിലായിരിക്കണം ജ്വാല ഇല്ലെങ്കിൽ തിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതാണ്. നമസ്കാരം.